ഈ ഡിസാസ്റ്റർ നടന്ന രണ്ടാമത്തെ ദിവസം അവിടെ എത്തുമ്പോൾ ഹിറ്റാച്ചി ഒന്നും കയറി ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ വീടുകൾ തകർന്ന സ്ഥലത്ത് അതിന്റെ സ്ലാബുകൾ വന്ന് ഒന്നായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എൻ്റെ ഒരു കാഴ്ച ഒരു 70 ആൾക്കാരും വലിച്ചു നോക്കി. പക്ഷെ ആ സ്ലാബിന് യാതൊരു അനക്കം ഉണ്ടായിരുന്നില്ല. നമ്മുടെ രണ്ട് ജീപ്പും കെട്ടിയിട്ട് ആ സ്ലാബുകൾ വലിച്ചു മാറ്റി. ഞങ്ങൾ അതിലവിടെ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു 5 മൃതദേഹങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അതിൽ അവിടെ 2 ആൾ കെട്ടിപ്പിടിച്ചിട്ടും അല്ലാതെ ആള് വെള്ളത്തിന്റെ പ്രഷറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടൊക്കെ. ഇതിൽ നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്തതല്ല പറയാനുള്ളത്. മനുഷ്യന്മാർ എത്രത്തോളം പണിയെടുത്തിട്ടുണ്ടോ അതിന് അത്രത്തോളം അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഈ ജീപ്പുകളും പണിയെടുത്തിട്ടുണ്ട്. ഒരു മലയില് ഭീഷണി ഉണ്ടായിട്ട് ആദിവാസികൾ ഉൾപ്പെടെയുള്ള 120 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാം. 14-15 വണ്ടിയോളം ഇറക്കുകയും ചെയ്തു. ക്യാമ്പ് ഒരാഴ്ചത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു കയറ്റാനും. ഫസ്റ്റ് ഇവിടെ വെള്ളം കയറിയ അന്ന് ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ഓടിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയും കൊണ്ട്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും. ഈ ഒരു സാധനം അന്ന് ഒരാളെ കണ്ടു പറഞ്ഞിട്ട് അന്ന് തോണിയൊക്കെ കയറ്റിയിട്ട് അവിടെ പോയിട്ട് സെർച്ച് ചെയ്യാനും കാര്യങ്ങൾക്കും. നമ്മളെ ക്ലബ്ബിൽ ഏകദേശം 30ഓളം മെമ്പർമാര് ഫയർഫോഴ്സിന്റെ വിവിധ ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ട്. അതിൽ ആപദാമിത്ര ഉണ്ട്, സിവിൽ ഡിഫൻസ് ഉണ്ട്, അതുപോലെ കേരള പോലീസിന്റെ പോലീസ് വോളണ്ടിയർ ഉണ്ട്, TDRF ട്രെയിനിങ് കിട്ടി വർക്ക് ചെയ്യുന്ന ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട്. ഹിറ്റാച്ചി അതുപോലത്തെ വലിയ വലിയ എക്യുപ്മെന്റ്സിന്റെ ഡ്രൈവേഴ്സിനെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതേപോലെ ആർമിയെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നടക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം ചളികൾ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇവർക്കുള്ള ഫുഡ് പ്രോപ്പർ ടൈമിൽ എത്തിച്ചു കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിൽ വലിയ ഡ്രോൺ ഉണ്ടായിരുന്നു. ഏകദേശം 1 കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് അതിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ മിലിറ്ററിക്കാരൊപ്പം കൂടിയിട്ട് അതിന്റെ പാലപ്പണിന്റെ ലോഡ് ഇറക്കല് കാര്യങ്ങൾ എവിടെയൊക്കെ നമ്മളെ ആവശ്യങ്ങളുണ്ട് നമ്മൾ കണ്ടറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ബാക്കിൽ വരുന്ന ലോഡ് കയറ്റിയ വണ്ടികൾ കുടുങ്ങുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരുക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഡിഫറൻഷ്യൽ ലോക്കറുകൾ ഉണ്ട്. അപ്പൊ വീല് ലോക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീല് കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുണ്ട് ലോക്കർ ഉണ്ടല്ലോ. ലോക്കർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിച്ചാൽ വണ്ടിന്റെ എവിടെയും ചളിയിൽ കുടുങ്ങാൻ ചാൻസുകൾ വളരെ കുറവാണ്. പിഞ്ച് വെള്ളത്തിലൂടെ പോകാൻ സ്നോർക്കല്, MT ടയർ, മഡിലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ MT ടയർ വേണം. നമുക്ക് ഈ ഒരു ലെവൽ വരെ നമുക്ക് വെള്ളത്തിൽ ഓടിക്കാൻ കഴിയും. ഇതില് റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള എല്ലാവിധ വ്യക്തികളും സ്പെക് ആയിട്ടുള്ള വണ്ടികളും വാഹനങ്ങളും ഫയർ, അതേപോലെ പോലീസ്, അതേപോലെ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഈ ഡിസാസ്റ്റർ നടന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം, അതായത് ചൊവ്വാഴ്ചയാണ് ഈ ഡിസാസ്റ്റർ നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ബുധനാഴ്ച മുതലേ ഞങ്ങളുടെ സേവനം അവിടെ റെഡിയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ കേൾട്ടണ് മാത്രമല്ല, ഈ ഓഫ് റോഡ് ടീംസ് ആയിട്ടുള്ള പുൽപ്പള്ളി ഓഫ് റോഡേഴ്സും ചെറുവാടി ഓഫ് റോഡേഴ്സും ഞങ്ങൾ 3-4 ടീമുകൾ അവിടെ ഫുൾ ടൈം വർക്കിലുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ മെയിനായിട്ട് ചെന്ന് ഞങ്ങൾ ഈ ഹിറ്റാച്ചി അതുപോലത്തെ വലിയ വലിയ എക്യുപ്മെന്റ്സിന്റെ ഡ്രൈവേഴ്സിനെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതേപോലെ ആർമിയെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് സംഘടനകൾ, ഞങ്ങൾ മാത്രമൊന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ സംഘടനാ പ്രവർത്തനമായിട്ട് അവിടെ ഈ ഇവർക്ക് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരെയൊക്കെ നമ്മൾ ഈ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു. കാരണം നടക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം ചളികളുണ്ടായിരുന്നു. ഇത്ര നമ്മുടെ ഊരക്ക് മുകളിൽ വരെയൊക്കെയുള്ള ചളികളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ കൂടെ ഒക്കെ വണ്ടി ഓടിച്ചിട്ട് അവിടെ ഈ ദുരന്ത നിവാരണത്തിന് വന്ന ആൾക്കാരെ അവിടേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ ഇവർക്കുള്ള ഫുഡ് പ്രോപ്പർ ടൈമിൽ എത്തിച്ചു കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അത് തുടങ്ങി